കിഫ്ബിയുടെ ഒരു റീപേയ്മെന്റ് സംശയം സൂചിപ്പിക്കുന്നു. അതുപോലെ വിഴിഞ്ഞം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് ഈ ബജറ്റിൽ ഇടം പിടിക്കുകയല്ലേ. നേരത്തെ പറഞ്ഞതിൽ രണ്ട് മൂന്ന് വലിയ പ്രോമിനൻറ്റ് ഇത്. ഒന്ന്, വിഴിഞ്ഞത്തിൻ്റെ റിയലൈസേഷൻ്റെ ഇമ്പാക്ട് കേരളത്തിൽ വരാൻ പോകുന്നൊരു ഇമ്പാക്റ്റ് ഹ്യൂജ് എന്നുള്ളൊരു യാതൊരു സംശയമില്ല. അവിടെ ഒരു ഇതുള്ള ഡെവലപ്മെൻറ്റ് സോൺ എന്ന് പറയുന്നു, ഒരു 10,000 ഏക്കേഴ്സ് വേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ അതിലോട്ട് മുന്നോട്ട് പോകുമെന്ന് അതിൻ്റെ ഫിനാൻസിങ് മാത്രമല്ല, അതിൽ പോളിസിയുടെ ഒരു ഇത് വരുന്നുള്ളൂ. ഉദാഹരണത്തിന് ഇന്ന് കേരളത്തിൻ്റെ ലാൻഡ് റിഫോംസ് അനുസരിച്ച് 15 ഏക്കറിൽ കൂടുതൽ ഒരാളിന് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 15 ഏക്കറിൽ ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് ഒരാളിന് തുടങ്ങാനും ബുദ്ധിമുട്ട് വരും. നമ്മുടെ ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റിന് ഇപ്പം തന്നെ എക്സംഷൻ ഉണ്ട്. ഞാനത് നിലവിൽ തന്നെ ഭൂമി നിയമം അനുസരിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാമെങ്കിലും അതിന് വേഗത പോരാ എന്നുള്ള പരാതിയുണ്ട്. അത് വേഗത്തിലാക്കുന്ന അതിനകത്ത് പറഞ്ഞേക്കുന്നത്. കാരണം നിലവിൽ തന്നെ നമ്മുടെ ഇൻഡസ്ട്രി പലയിടത്തും വന്നേക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നു. മെഡിക്കൽ കോളേജിന് 25 ഏക്കർ വേണ്ടായിരുന്നു നേരത്തെ. ഭൂനികുതി വെച്ചിട്ട് എവിടെയും മെഡിക്കൽ കോളേജ് തുടങ്ങാതിരുന്നോ? അപ്പോൾ അതിന് നിയമമുണ്ട്, എക്സംഷൻ ഉണ്ട്. ഇപ്പോൾ ഗോൾഡിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കിനെ പറ്റി ഇവർ ആലോചിക്കുന്നുണ്ട്. ഗോൾഡുകാർ തൃശ്ശൂർ അങ്ങനെ വാർത്തയാണ്, നിങ്ങളെല്ലാം ഉണ്ടോയെന്ന് അറിഞ്ഞില്ല. തൃശ്ശൂർ. അപ്പോൾ അങ്ങനെ ഒരു ഗോൾഡിൻ്റെ പാർക്ക് വരണമെങ്കിൽ 50 ഏക്കറെങ്കിൽ അതിന് എക്സംഷൻ ഉണ്ട്. പക്ഷേ സ്പീഡിൽ നടക്കണം. പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ആ പറഞ്ഞതിനകത്ത് കുറച്ച് മനസ്സിലായി പുറത്തോട്ട് വരത്തേ ഉള്ളൂ. കാരണം നിലവിലുള്ള നിയമങ്ങളെ ഒന്ന് നോക്കി അതിനകത്ത് ചില ഭൂപരിധി നിയമങ്ങളും ചില പ്രത്യേക മേഖലയുടെ എക്സംഷനും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരുമെന്ന് തന്നെ ഞാൻ പറഞ്ഞേക്കുന്നത്. അതെൻ്റെ അഭിപ്രായമാണ്. ബഡ്ജറ്റ് എഴുതുന്നത് ധനകാര്യമന്ത്രി, എന്നാലും പൊതുവിൽ ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കലായ ഒപ്പീനിയൻ വെച്ചിട്ടായിരിക്കുമല്ലോ പറയുക, അല്ലെങ്കിൽ എൻ്റെ ഒരു ധാരണ അനുസരിച്ച്. അപ്പം നിലവിൽ 10,000 ഏക്കർ അതിന് ചുറ്റുപാടും ഉണ്ടാവണമെങ്കിൽ 1-2 മാർഗ്ഗങ്ങൾ മാത്രം ഉപയോഗിച്ച് പറ്റില്ല. സർക്കാർ ലാൻഡ് അക്വിസിഷന് പോയി കഴിഞ്ഞാൽ അത് 3 വർഷം എടുക്കും. ഇനി 3 ഇരട്ടി പൈസ കൊടുക്കണമെന്ന് മാത്രമല്ല, സമയത്ത് എടുക്കാൻ പറ്റില്ല. എന്നാൽ എനിക്ക് അവിടെ 1 ഏക്കർ സ്ഥലമുണ്ട്. നമുക്കെല്ലാം കൂടെ ചേർന്നൊരു 10 ഏക്കർ ഉണ്ടെന്ന് ഇരിക്കട്ടെ. വേറെ കുറേ ആളുണ്ട്. ലാൻഡ് പൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ഥലം കൊടുക്കും, എനിക്ക് മാർക്കറ്റ് വില കിട്ടും. 100 രൂപ വില ഉണ്ടെങ്കിൽ എനിക്ക് 125 രൂപ തരും, അല്ലെ വാട്ട് എവർ ഇറ്റ് ഈസ് തരും. അതിനുശേഷം എനിക്കൊരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് നിങ്ങൾ ഈ വലിയൊരു സാധനം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു, അതിനകത്തൊരു പ്രോഫിറ്റും കൂടെ എനിക്ക് കിട്ടത്തക്ക വിധത്തിലാണ് ഈ ലാൻഡ് പൂളിങ്ങിൻ്റെ കൺസെപ്റ്റ്. പലതരം മോഡലുണ്ട്. അപ്പോൾ ആളുകളെയും കൂടി ഇൻവോൾവ് ചെയ്യിച്ച് അവർക്ക് അപ്രണ്ട് വില അപ്പോഴത്തെ വില കൊടുക്കും, ബാക്കി ലാൻഡ് പൂളിങ് വരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത്തരം 100, 200, 500 ഏക്കറൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓരോ സ്ഥലത്തും. ഇതിനകത്ത് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഹൈഡ്രജൻ ഹബിൻ്റെ ഒരു പ്രപ്പോസൽ ഉണ്ട്. 10-25,000 കോടി രൂപയുടെയാണ്. ഇപ്പോൾ അറിയാമല്ലോ, ഞാൻ ഈ 3 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ അന്നേരം ഒരു വലിയ തുകയല്ല. ഹൈഡ്രജൻ ഹബ്ബ് തന്നെ 25,000 കോടിയുടെയാണ്. ഞാൻ ബഡ്ജറ്റിൽ ഇതെല്ലാം വിഴിഞ്ഞത്തിൻ്റെ അടുത്ത് 25,000 കോടിയുടെ ഇപ്പോൾ ആ കമ്പനി തന്നെ ആലോചിക്കുന്നു, അതിൻ്റെ പ്രൊജക്റ്റ് ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ 25,000 കോടി, ഞാൻ നേരത്തെ പറഞ്ഞ IT-യുടെ ഒരു കാര്യം ഇതുപോലെ വരുന്നതിനകത്ത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ബിസിനസ്സിൻ്റെ സാധ്യതകളുണ്ട്. ആ സാധ്യതകളിൽ ഇതൊന്ന് ഫാസ്റ്റാക്കി കൊടുക്കണം. പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അവർക്ക് ഇത് ചെയ്തിട്ട് ഇത് ഡെവലപ്പ് ചെയ്യാമെങ്കിൽ അവർ വരുമല്ലോ. അപ്പോൾ ഇപ്പം നിലവിലുള്ള റിയൽ എസ്റ്റേറ്റ്, ഇന്ത്യയിലെ തന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രധാന സെക്ടറൊന്നുമല്ല കേരളം. അപ്പം കൂടുതൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നന്നായി വരും, നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി നമ്മൾ ആക്റ്റീവ് ആവണം. ഒരു പക്ഷേ ചിലപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ആ സെക്ടറിലെ ആകെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രത്യേക ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ടെക്നോ പാർക്കിൽ ഒരു പൊതു സംവിധാനത്തിന് ടെക്നോ പാർക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. അതൊരു പർട്ടിക്കുലർ സാധനം, അതിൻ്റെ CEO കാര്യങ്ങളുണ്ട്. അതുപോലെ ഇതിനൊക്കെ സ്പെഷ്യൽ സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇത് നമ്മളെ സംബന്ധിച്ച് 1-2 വർഷത്തിനകം ഇത്രയും കാര്യങ്ങൾ ടേക്ക് ഓഫ് ചെയ്യത്തക്ക വിധത്തിൽ ചെയ്യണം. 2 വർഷത്തിനകം ചെയ്തില്ലെങ്കിൽ പിന്നെ 10 വർഷം കഴിഞ്ഞ് കാര്യമില്ല. അതാണ് കാര്യം. മിനിസ്റ്റർ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലേക്ക് അങ്ങ് പോകും. ഞാൻ സ്റ്റേറ്റ് അടുത്ത് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് കാരണം ഈ സാധ്യതകൾ ഫെസിലിറ്റേഷൻ, കാരണം ഇവിടെ വണ്ടി പാർക്ക് വണ്ടി പിന്നെ അസംബിൾ ചെയ്ത് കയറ്റി അയക്കുന്ന തൊട്ട് ഇലക്ട്രോണിക്സിൻ്റെ അസംബ്ലിംഗ് യൂണിറ്റ് തൊട്ട് കാർഷിക മേഖലയിലെ കാര്യങ്ങൾ തൊട്ട് തുടങ്ങി വരും. നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത്. ഞാൻ വെറുതെ നേരത്തെ DHS ആയിരുന്നല്ലോ ഡോക്ടർ. ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മെഡിക്കൽ കോളേജിനോട് ചേർന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജിനോട് ചേർന്ന് ഫോറിൻ പേഷ്യൻസിനുള്ള ഒരു പ്രത്യേക മേഖല വേണമെന്നാണ്. പണ്ടൊക്കെയാണ് നമുക്കിത് പറയാൻ പറ്റില്ല. ഇപ്പോൾ അത് കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്യും.